പ്രിയപ്പെട്ടവരെ, ആരോഗ്യജീവിതം നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതുമായിട്ട് ബന്ധമുള്ളതാണ്. അതിരാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ്. ആ ടാസ്ക് നമ്മൾ ജയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആ ദിവസം നമ്മൾ വിജയിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെ നമ്മളിൽ പലരും അലാം വെച്ചിട്ടാണ് എഴുന്നേൽക്കുക. അലാം അടിക്കുന്നു, നമ്മളെന്ത് ചെയ്യുന്നു? അത് ഓഫ് ചെയ്യുന്നു, പിന്നെയും കിടന്നുറങ്ങുകയാണ്. ഒരല്പസമയം കൂടി ഞാൻ കിടന്നോട്ടെ എന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ട് ഞാൻ കിടക്കുകയാണ്. നിങ്ങൾ പരാജിതയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. കാരണം ആ ഉണർന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഉറങ്ങുന്ന ഈ 10 മിനിറ്റ് ഒരു നന്മയും നിങ്ങൾക്കുണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ അലസതയുടെ ആലസ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ അലസരായി മാറുകയാണ്. ആ 10 മിനിറ്റ് കൊണ്ട് എന്താ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എഴുന്നേക്കണമല്ലോ എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ആ ഒരു 10 മിനിറ്റ് അലസതയിൽ ഒരിക്കലും ആയിരിക്കരുത്. അലാം ഒരിക്കൽ അടിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഉണർവോടും ഉത്സാഹത്തോടും കൂടി എഴുന്നേൽക്കുക. ശരീരത്തിൻ്റെ ഉണർവ്, മനസ്സിൻ്റെ ഉണർവ്, ജീവിതത്തിൻ്റെ ഉത്സാഹം, അതോടുകൂടി എഴുന്നേൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പലർക്കും ഒരു ശീലമുണ്ട്, ബെഡ് കോഫി കുടിക്കുക. ടീ അല്ലെങ്കിൽ കോഫി ഒരിക്കലും കുടിക്കരുത്. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യം ശുദ്ധജലമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ട്രാക്കിനെ മുഴുവൻ ക്ലീൻ ചെയ്യുന്നത് ശുദ്ധജലമാണ്. അപ്പം ശുദ്ധജലം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കുന്നത് പലപ്പോഴും ചെയ്യുന്നതാണ്, മൊബൈൽ. ഈ ഒരു കാലഘട്ടം മൊബൈലിൻ്റെ കാലഘട്ടമാണ്. അന്നേരെ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ മൊബൈൽ നമ്മൾ നോക്കുകയാണ്. ഒരിക്കലും ചെയ്യരുത്. ആൽഫ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയും. എഴുന്നേറ്റ് കഴിയുമ്പോൾ മനസ്സിൻ്റെ തലം അതാണ്, അത്രയ്ക്ക് പ്യുവറാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോഴൊക്കെ ആ ബ്രെയിനിന് അത്രമാത്രം പവറുണ്ട്. അതിനെ മുഴുവൻ ഡള്ളാക്കും നിങ്ങൾ മൊബൈലിൽ നോക്കിയാൽ. ഒരു നല്ല ശതമാനം ആൾക്കാരും എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ രാത്രിയിൽ ആരൊക്കെ വിളിച്ചു, രാത്രിയിൽ ഏതൊക്കെ കോൾ വന്നു, ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വന്നു, ഇതൊന്നും ആ സമയത്ത് ചെയ്യരുത്. ഒരു കാരണവശാലും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മൊബൈൽ യൂസ് ചെയ്യരുത്. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും അത്യാവശ്യം വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം, അത് വേറെ കാര്യം, നമുക്കറിയാമല്ലോ. അതല്ലാണ്ട് ഒരിക്കലും നോക്കരുത്. കാരണം നമ്മുടെ മനസ്സിനെ, ബ്രെയിനിനെ ഡള്ളാക്കരുത്. ആദ്യത്തെ ഒരു സമയം തന്നെ മനസ്സിനെ പോസിറ്റീവ് വൈബ് കൊണ്ട് നിറയ്ക്കണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുറി വിട്ട് ഇറങ്ങണം. മുറിയിൽ അടച്ചിരിക്കരുത്. ജനലൊക്കെ തുറക്കുക, കർട്ടനൊക്കെ ഒന്ന് മാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. മുറി നിങ്ങളെ അസ്വസ്ഥമാക്കും. കിടന്നുറങ്ങുന്ന മുറിയിൽ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നാൽ മുറി നിങ്ങളെ അസ്വസ്ഥമാക്കും. ആ മുറിയുടെ സാഹചര്യം അത്രമാത്രം അസ്വസ്ഥമാകും. കാരണം കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിനു മുമ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബെഡ് ഏറ്റവും പ്രോപ്പറായിട്ട് ഇടുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഡിസിപ്ലിൻ്റെ അടയാളമാണ്. എഴുന്നേറ്റ് കഴിഞ്ഞ് അങ്ങ് പോവുക ഇല്ല. ബെഡ്ഷീറ്റ്, പില്ലോ കവർ, ബെഡ്, ഇതെല്ലാം വളരെ ഇപ്പോൾ വാഷ് ചെയ്യേണ്ടതാണ് വാഷ് ചെയ്യാനായിട്ട് മാറ്റുക, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇടുക. നിങ്ങൾ ആദ്യത്തെ ടാസ്ക് വിജയിച്ചു. നിങ്ങളുടെ ഡിസിപ്ലിൻ അവിടെ തുടങ്ങുകയാണ്. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും അതിനുശേഷം പുറത്തേക്കൊക്കെ ഇറങ്ങി പ്രഭാതത്തിൽ ഒരു അല്പം യോഗ പരിശീലിക്കുന്നത് നല്ലതാണ്. ബ്രീതിങ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. വെയിൽ കൊള്ളാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ആ സമയത്ത് പ്രഭാതത്തിൽ ഒരു 7 മണിയോട് കൂടിയൊക്കെ ആണെങ്കിൽ വെയിൽ കൊള്ളാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ 6:30 ആകുമ്പം ചില സമയങ്ങളിൽ സൂര്യപ്രകാശം പുറത്ത് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കൊള്ളാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനുശേഷം നമ്മൾ കുളിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളി. പക്ഷേ കുളിക്കുമ്പോഴൊന്നും ഒരേ അവയർനെസ് നമുക്കില്ല. പെട്ടെന്ന് ചാടി ഓടിപ്പോയി കുളിച്ച് വരികയാണ്. കുളിക്കുമ്പോൾ അവയർനെസ്സോടുകൂടി കുളിക്കുക, സമയമെടുത്ത് കുളിക്കുക. കാരണം ബോഡി മുഴുവൻ ക്ലീൻ ചെയ്യുകയാണ്, മനസ്സും കൂടെ ശുദ്ധമാവുകയാണ്. കാരണം ജലം പരിശുദ്ധമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ജലത്തിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ കണ്ടു. അപ്പോൾ കുളിക്കാനായിട്ട്, ഏറ്റവും നന്നായിട്ട് കുളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞതൊരു 10-12 മിനിറ്റെങ്കിലും നമ്മൾ കുളിക്കാൻ സമയമെടുക്കണം. അതിനുശേഷം ദേഹം നന്നായിട്ട് ശുദ്ധി ചെയ്യുക. നമ്മൾ ഓഫീസിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ പോകുന്നവർ ബാഗ് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക. ആ സമയത്ത് ഓടരുത്. സമയത്തിൻ്റെ പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. ആ സമയത്ത് നമ്മൾ പലപ്പോഴും ബാഗൊക്കെ എടുത്ത് പെട്ടെന്ന് എടുത്ത് വെക്കുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോകും. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയത്തിന് കാരണമാകും. പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു ക്ലാസ്സിന് പോകുമ്പോൾ പ്രോപ്പറായിട്ടുള്ള സാമഗ്രികളൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയമാണ്. അതോടൊപ്പം തന്നെ ഈ ധൃതിയായിട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, അതും വലിയ പരാജയമാണ്. സമയത്തിൻ്റെ വലിയ കൃത്യത നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഒരിക്കലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഓഫീസിലേക്ക്, അല്ലെങ്കിൽ സ്കൂളിലേക്ക്, ജോലി സ്ഥലത്തേക്ക് പോകുന്നതും വരെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയമാകും, ആ ദിവസത്തിൻ്റെ വിജയമാകും, ആ ദിവസത്തിൻ്റെ ആരോഗ്യമാകും.